നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി എത്തി, വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട പിണറായി വിജയന്റെ സ്വഭാവവും മട്ടും മാതിരിയും ഒക്കെ മാറി. ഉപയോഗിച്ച വാക്കുകളൊക്കെ തന്നെ വലിയ ശക്തിയോടുകൂടിയുള്ളതായിരുന്നു. കേരളത്തിലെ ഇനി വോട്ട് ചെയ്യാനുള്ള സ്ത്രീജനങ്ങളെ സ്വാധീനിക്കാനാകുന്ന വണ്ണം അദ്ദേഹം രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് സ്ത്രീ ലംബടന്മാർക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച പദം ഇങ്ങനെയാണ്: സ്ത്രീ ലംബടന്മാർ നമ്മുടെ ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം നടത്തിയതിനു ശേഷം അത് പുറത്തു വന്ന് വെൽ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെയാണ് കൃത്യമായി ഉദ്ദേശിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടി പ്രവർത്തകരെയുമാണ് ഇപ്പോഴും അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ LDF നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഇന്നത്തോടെ രണ്ട് ഭാഗത്തെയും, കേരളത്തെ രണ്ട് ഭാഗമാക്കിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്, രണ്ട് ഭാഗത്തെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. UDFന്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികളടക്കം ഇത്തവണ LDFനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേവരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഇന്നും BJPയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ്. രണ്ടുപേരും ഒരേപോലെയാണ് UDFും BJPയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഏശാൻ സാധ്യതയുണ്ട്? ഇതൊന്നും ഒരു തരത്തിലും ഏശുന്നൊരു കാര്യമല്ല. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാർ ആയിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യം സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഇന്നലെയും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞു തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ബഹുജനങ്ങളെ UDFന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയതെങ്കിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. എല്ലാ വിഭാഗങ്ങളും LDFനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ പോളിംഗ് ഡേയിൽ പോലും ഉണ്ടായിട്ടുണ്ട് UDF കൺവീനറുടെ ഭാഗത്തുനിന്ന്. ആരെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അത് UDFന്റേതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത്. ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരുമുള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ പരാതി CMന് നേരിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്. രണ്ടാമത്തെ പരാതി KPCC അല്ലേ കൊടുത്തത്? ഡ്രാഫ്റ്റഡ് ആണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന അദ്ദേഹം സംശയിക്കുകയും ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതൊക്കെ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കോൺഗ്രസിലെ
പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. കൃത്യമായി തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ നിലപാട് ആദ്യം മുതലേ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ വലിയ പ്രതീക്ഷയിലാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ CPM തൂത്തുവാരുമെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കൊള്ളക്കടത്ത്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു തരത്തിലും ജനങ്ങളെ ബാധിക്കുകയില്ല. ഒരു തരത്തിലും ജനങ്ങൾ അതൊരു വോട്ട് മാറാനുള്ള ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്നാൽ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടം വിഷയം അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി എത്രത്തോളം ജനങ്ങളുമായി അടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാണല്ലോ. അതായത് മുഖ്യമന്ത്രി താങ്കൾ അറിയാതെ പോകരുത്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ലൈംഗിക ബന്ധത്തെക്കാട്ടിലും ഏറ്റവും പ്രാധാന്യവും ഏറ്റവും അവർ വളരെ ഗുരുതരമായ വിഷയമായി കാണുന്നതും നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അതുപോലും ഓർക്കാൻ കഴിയില്ലാത്ത മുഖ്യമന്ത്രി താങ്കൾ എങ്ങനെയാണ് നമ്മുടെ നാട് ഇത്രയും കൊല്ലം ഭരിച്ചതെന്ന് ഓർത്ത് നമ്മൾ എല്ലാവരും നെറ്റിയിൽ അല്ലെങ്കിൽ തലയിൽ കൈവച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് തരത്തിലുള്ള വ്യക്തിയായാൽ നമുക്കത് ബാധിക്കുന്നതല്ല. രാഹുൽ മാങ്കൂട്ടം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഉദിച്ചുയരാൻ കഴിവുള്ള ഉദിച്ചുയർന്ന ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ ഇപ്പോഴും ആരാധിക്കുന്നതും അദ്ദേഹത്തെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപിടി മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് തന്നെ പറയുകയുള്ളൂ. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കൂടിയുള്ള ഒരു ആക്രമണം അത് ശരിയല്ല എന്ന അഭിപ്രായത്തിലുള്ള നിരവധി ആളുകളുണ്ട്. പക്ഷെ ശബരിമല വിഷയം അങ്ങനെയല്ല. ശബരിമല വിഷയം എന്ന് പറയുന്നത് എല്ലാവരുടെയും, അതായത് അയ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മലയാളികൾക്കും ഉള്ളതാണ്. മലയാളികൾ ഉരുക്കൂട്ടി സമ്പാദിച്ച ഓരോ രൂപയുടെ മുതലാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിന് കൈവച്ചാൽ അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ധൈര്യം കാണിച്ചാൽ അവിടെ നോക്കിക്കൊണ്ട് ചുമ്മാതിരിക്കാൻ കഴിയില്ല. ആ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന് എത്ര വിചാരിച്ചാലും ആ ഒരു വിഷയം മറന്ന് എണ്ണ തേക്കാം, ആ ഒരു വിഷയം മറന്ന് വോട്ട് ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നാഴേക്ക് 40 വട്ടം രാഹുൽ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങളുടെ അടുപ്പിൽ അരി വേഗം, ഞങ്ങളുടെ അടുപ്പിലുള്ള സാധനം വാങ്ങാൻ കിട്ടില്ല, ഞങ്ങളുടെ പക്ഷത്തിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ശബരിമല സ്വർണവും ശബരിമല കൊള്ളയും ഒന്നും അങ്ങനെയല്ല. വർഷാവർഷം പൂജിച്ച് അയ്യനെ കാണാനായി വരുന്ന, അയ്യനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ ഒരു ചെറിയ ശ്രീകോവിൽ പോലെ പണിത് നിത്യേന പൂജ നടത്തുന്ന അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ വിശ്വാസത്തിലും അവരുടെ ആഗ്രഹത്തിലും അവരുടെ എല്ലാ സ്വപ്നങ്ങളിലും ഒക്കെയാണ് നിങ്ങൾ കടക്കിൽ കത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വികാരം കാണാതെ പോകുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കാണാതെ പോകുന്നു എന്നതിന് തുല്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴുള്ള കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കും. അത് ലൈംഗികപരമായ വിഷയമാണ്, ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു വ്യക്തി MLA ആയി തുടരുന്നതിൽ അഭിപ്രായമില്ലായ്മയും അല്ലെങ്കിൽ അങ്ങനെ തുടരാൻ താല്പര്യമില്ലാത്തവരും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, നിരവധിയുണ്ട്. പക്ഷേ
ശബരിമല സ്വർണ്ണക്കൊള്ള ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെ മറക്കുന്ന ഒരു വിഷയമല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും രൂക്ഷമായ ഭാഷയുള്ള വിമർശനം ഇരു കൈ നീട്ടി പലരും സ്വീകരിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ സ്വഭാവ മാറ്റം, അതുപോലെ തന്നെ ശാരീരിക മാറ്റം ഒക്കെ തന്നെ മുഖ്യമന്ത്രിയിൽ കാണുന്നു. സ്വഭാവത്തിനുള്ള ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെ കടുക്കുന്നു. അങ്ങനെ കൃത്യമായ ചില സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്.